ഫെഡറൽ ബാങ്കിൽ നിന്ന് 27 കോടി രൂപ തട്ടിയ പ്രതിയെ അസമിൽ നിന്നും ക്രൈംബ്രാഞ്ച് പിടികൂടി. ബോവൽഗിരി സ്വദേശി ഷിറാജുൽ ഇസ്ലാമാണ് പിടിയിലായത്. 500-ലേറെ പേരുടെ വ്യാജ പാൻ കാർഡുകൾ തയ്യാറാക്കിയായിരുന്നു തട്ടിപ്പ്. ഫെഡറൽ ബാങ്കിന്റെ സ്കാൽപി ആപ്പ് വഴി വ്യാജരേഖകൾ സമർപ്പിച്ച് ലോൺ എടുത്തായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് ഏത് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു? ഏത് ഫെഡറൽ ബാങ്കിന്റെ പരിധിയിലാണ്, ബ്രാഞ്ചിന്റെ പരിധിയിലാണ് ഈ തട്ടിപ്പ് നടന്നത്? മാത്രമല്ല, ഒരു വൻ സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഏത് കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നത്? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? ടോമ, 2023 മുതലാണ് ഈ ഒരു സംഘം സജീവമാകുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് 2024 ഈ കേസിൽ ആദ്യമായൊരു രജിസ്ട്രേഷൻ എറണാകുളം സെൻട്രൽ പോലീസ് സംബന്ധിയായി നടക്കുന്നത്. ഇത് ഫെഡറൽ ബാങ്കിന്റെ ലോൺ ആപ്പാണ്. ഈ ലോൺ ആപ്പ് വഴിയാണ് ഈ രീതിയിൽ വലിയ തുക തട്ടിയെടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അവരൊരു ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ സ്വാഭാവികമായി നമ്മൾ സിവിൽ റേറ്റുകളുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സിവിൽ റേറ്റിൽ അത് വളരെ കൂടുതലുള്ള ആളുകളെ ഇവരുടെ സംഘം തന്നെ കണ്ടെത്തും. അതിനുവേണ്ടിയുള്ള സാങ്കേതിക പരിജ്ഞാനവും കാര്യങ്ങളുമുള്ള ഒരു സംഘം തന്നെ ഇവർക്കൊപ്പമുണ്ട്. ഇത് കണ്ടെത്തിക്കൊണ്ട് ഇവരുടെ മേൽവിലാസത്തിൽ തന്നെ വ്യാജമായ രീതിയിലുള്ള പാൻ കാർഡുകൾ ഉണ്ടാക്കുക. ആ പാൻ കാർഡുകൾ അവരുടെ ഫോട്ടോ മാത്രമായിരിക്കും, പാൻ കാർഡ് ഉടമകളുടെ ഫോട്ടോ മാത്രമായിരിക്കും മാറ്റുക. ആ ഫോട്ടോ ഇവരുടെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെത് അടക്കമുള്ള ആളുകളുടെ ഈ 500 പേരധികം പേര് ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത്, ഇത്തരം ആളുകളുടെ ഫോട്ടോ അതിൽ ഉപയോഗിക്കുന്നു. തുടർന്ന് ഓൺലൈൻ വഴിയാണ് ഇതിൽ ലോൺ ആപ്പ് വഴികളിലെല്ലാം തന്നെ ലോൺ അപേക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ വീഡിയോ കോൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ആ പാൻ കാർഡിലുള്ള ആളുകൾ തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയും എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരവധി പേര് ഈ രീതിയിൽ ലോൺ എടുത്ത് പലപ്പോഴും ബാങ്കിനെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം വരുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇത് പരാതിയുമായിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഈ പരാതിയും അടക്കം ആ കാര്യങ്ങൾ ബാങ്കിന്റെ മെയിൻ ഓഫീസിൽ നിന്ന് തന്നെ എത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണം അതിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നത്. അന്വേഷണ സംഘം ചെന്നെത്തി നിൽക്കുന്നത് അസാമിലാണ്. അസം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തുക ഈ തട്ടിയെടുത്തത് ഇയാൾ ആണ്, ഈ ഷിറാജുൽ ഇസ്ലാമാണ്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 4 കോടിയിലധികം രൂപ ചെന്നെത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത്. അവിടെ ബോവൽഗിരി സ്വദേശി ആണ് ഇയാൾ. അവിടെ ചെന്ന് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവരിവിടെ നിന്ന് പോകുന്നത്. പിന്നെ തുടർന്ന് ഇത്രത്തോളം ഏതാണ്ട് 15 ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണ സംഘം. തുടർന്ന് ഇയാളിലേക്ക് എത്തുന്നു. ഇയാൾ അവിടെ വിപുലമായ രീതിയിൽ അന്വേഷണ സംഘം പറയുന്നത് വലിയ രീതിയിലൊരു കോഴി ഫാം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു വലിയ ആഡംബര ബംഗ്ലാവ് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്കുണ്ട്. ഇയാളാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് പറയുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിലൊരു തട്ടിപ്പ് സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അയാളുടെ ഒരു വാഹനമടക്കം ഇവിടെ സീസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിനു ശേഷം എറണാകുളം റേഞ്ച് SP രാജേഷൻ IPS കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ഡാനി? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? കൂടുതൽ അറസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മളോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ രാജ്കുമാർ V, അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ DD, ജിജിമോൻ തോമസ്, സിവിൽ പോലീസ് ഓഫീസർ ജോമോൻ P ജോയ് തുടങ്ങിയ അടങ്ങുന്ന സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയത്. ഇവർ വ്യക്തമാക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും. കാരണം വലിയ രീതിയിലൊരു തട്ടിപ്പ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പലപ്പോഴും പല രീതിയിലും ഇതിപ്പോൾ ഇവിടെ മാത്രം ആകണമെന്നില്ല എന്നവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. വേറെയും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ പരാതിയുമായി മുന്നോട്ട് പോകാത്തവരും ഉണ്ടാകും. ഏതായാലും ആ രീതിയിലെല്ലാം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സംഘം ഇത് ഈ ബാങ്ക് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ പല ബാങ്കുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് അന്വേഷണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും എല്ലാം തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി ഇയാളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുക. മറ്റുള്ളവർ ആരൊക്കെയാണ്, കൂട്ടാളികൾ ആരൊക്കെയാണ്, ഈ സംഘം എങ്ങനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദാംശങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ
കേസ് വന്നതിന് ശേഷം ഒരുപാട് അകലെ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ പ്രതിയിലേക്കെല്ലാം തന്നെ എത്താനായിട്ട് കഴിഞ്ഞത്. അത് സസൂക്ഷ്മം ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ സൈബർ രംഗത്തെ പല തട്ടിപ്പുകളും നമ്മുടെ പോലീസ് സംഘങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് അറസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ രംഗത്ത് നടക്കുന്ന തട്ടിപ്പുകളിൽ നിർണായകമായ അന്വേഷണങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇത് 27 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ ബാങ്കിന്റെ ലോൺ ആപ്പുകൾ വഴിയാണ്. അതുകൊണ്ട് ടോമി കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഒന്നും സുരക്ഷിതമല്ലാത്തൊരിടമായിട്ട് സൈബർ ഇടം മാറുന്നുണ്ട്. കാരണം വ്യാജമായി പാൻ കാർഡുകൾ അടക്കം നിർമ്മിച്ചുകൊണ്ട് അത് ലോൺ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അടക്കം ആ രീതിയിലും തട്ടിപ്പ് പ്രവർത്തിക്കുന്നു. ആരുടെ പേരിലും ഈ രീതിയിൽ ലോൺ എടുത്തുകൊണ്ട് മാറ്റം അധിക ബാധ്യത വരുത്തുന്ന രീതിയിലേക്ക് അവർക്കും അതുപോലെ തന്നെ ബാങ്കിനും എല്ലാം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. ഏതായാലും ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയൊരു സൈബർ തട്ടിപ്പിന്റെ ഒരു കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം.